പാപ്പു നിക്ക് ഡ്രസ്സിങ് കൂടെ അല്ല അത് എന്താ മൂവിയാണെന്നല്ലേ പറഞ്ഞു. ഞാൻ പോയിട്ട് മൂവിയൊക്കെ കണ്ട് ചില്ല് ചെയ്തിട്ട് വരാം. പാപ്പു ഇരുന്ന് പഠിച്ചു. സിനിമ എന്താന്ന് സിനിമയ്ക്ക് പേരില്ല. സിനിമയ്ക്ക് പേരില്ല. അയ്യോ എനിക്ക് ട്രെയിലർ കാണണ്ടേ പറ്റും. അങ്ങനെ സിനിമയ്ക്ക് പേരില്ലടി. സിനിമ പറ്റൂലല്ലോ, അങ്ങനെ പറ്റൂലല്ലോ. ആ മൂവിയുടെ പേര് പറഞ്ഞ ചിലപ്പോ പാപ്പുന് സങ്കടമായാലോ. ഉണ്ടാവില്ല, കുഴപ്പമില്ല, ഞാൻ കരയൂല, പേടിക്കണ്ട. ഡ്രസ് എന്തായാലും എടുക്കാം. ഓൺ ദ വേ ഡ്രസ് കൊടുക്കണം എനിക്ക്. പറ്റൂല, സിനിമയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവാം. ചില്ല് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. പാപ്പൂടെ ഒറ്റയ്ക്ക് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഡ്രസ്സും കൂടെ തന്നെ പ്ലീസ്. പ്രശ്നമാവോ ഞാൻ ചില്ല ഒറ്റയ്ക്ക് ചില്ല് ചെയ്ത? ഡ്രസ് തരില്ല, എന്നെ പിടിച്ച് പുറത്താക്കി. ഡ്രസ് വെൽക്കം 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 എവ്രിബഡി. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്ക് ചില്ല് ചെയ്യാനും മൂവി കാണാനും ഒക്കെ പോകും. എന്നും എൻ്റെ കൂടെ ഈ പാപ്പു കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഏത് സിനിമയാണ്? ഏത് സിനിമയാണോ? വഴക്കിന്റെ മുമ്പ് വരുമോ? ഓൺലൈൻ ക്ലാസ്സിൽ പോയിരുന്നേ. സിനിമയുടെ പേരില്ലാന്നറിയോ? എത്ര മണിക്കാ സിനിമ? അലോണെന്ത് ഞാൻ പോണ എന്നെ കൂടെ ഒക്കെ ഉണ്ടാക്കാ. പിന്നെ മമ്മിക്ക് പോണതിന് എന്തിനാ ഡ്രസ്സ്? അപ്പൊ ഡ്രസ്സ് വേണ്ട, തരുന്നില്ല. ഓക്കെ മമ്മിയെ മമ്മിയെ കുറിച്ച് ഡ്രസ്സ് എടുക്കാൻ പോവാ. അത് പറ്റില്ല, മൂവി കഴിഞ്ഞിട്ട് ഹാൻഡിൽ ചെയ്യട്ടെ. ബൈ. ആ പറയാട്ടോ. ഹായ്, ഹലോ എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് എങ്ങോട്ടാന്നല്ലേ? ഞാനിന്ന് പോകുന്നത് ഈ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഇപ്പോഴും ഈ ചിക്കൻ കറിയുടെ ഡ്രസ്സസ് ഇടുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് അടുത്ത സ്ഥലം പറയുമെന്ന്. അപ്പം ഇന്ന് ഞാൻ ആക്ച്വലി ഈ ഡ്രസ്സുകളൊക്കെ ഈ ചിക്കൻ കറി ഡ്രസ്സസ് ഒക്കെ എടുത്തിട്ടുള്ള സ്ഥലമുണ്ട്. പനമ്പള്ളി നഗറിൽ ചിക്കൻ കറി അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ്. അപ്പോൾ പാപ്പുവിനോട് ഞാൻ പറഞ്ഞു, പാപ്പുന് ഇന്ന് ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അപ്പോൾ പാപ്പുവിനോട് ഞാൻ പറഞ്ഞു, പാപ്പു മമ്മി എന്നും പാപ്പുമായിട്ടല്ലേ ചില്ല് ചെയ്യുന്നത്, ഇന്ന് ഞാൻ ഒറ്റയ്ക്കൊരു മൂവിക്കൊക്കെ പോയിട്ട് വൈബ് ചെയ്തിട്ട് തിരിച്ചു വരാൻ പാപ്പു ഇരുന്ന് ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചോളാം. ആ പാപ്പുവിനറിയാം അവിടെ ഇല്ലാണ്ട് ഞാൻ പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഡ്രാമക്ക് എന്തിനാ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകണത്. ഇത് ഞാൻ ഓൺ ദ വേ പ്രോഗ്രാമിൻ്റെ ഷോയിൻ്റെ കോസ്റ്റ്യൂംസ് എടുത്ത് തിരിച്ചു കൊടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ ആൻഡ് ഫസ്റ്റ് തിങ് ഇതൊരു പേ ചെയ്തൊരു കൊളാബറേഷൻ ചെയ്യുന്നതല്ല കേട്ടോ. വെരി ജെനുവൻലി ഇന്ന് എനിക്ക് 2-3 സൽവാർ കുറേ ആയി സൽവാർസ് എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചിക്കൻ കറി വർക്കും ഒരു നോർത്ത് ഇന്ത്യൻ വൈബിലുള്ള സൽവാർസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ഈ ചിക്കൻ കറി അഫയേഴ്സിനെ പരിചയപ്പെടുന്ന നിധിയായിട്ട്. ആൻഡ് ദെൻ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് കണക്ട് ആയോ? അതിനുശേഷം ഞാൻ ഒത്തിരി ഡ്രസ്സസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആയി. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് പോവാണ്. ഓക്കെ, സോ ഇതാ എത്തിയിട്ടുണ്ട് നമ്മൾ. സോ ഇതാണ് സ്ഥലം, നമ്മുടെ പനമ്പള്ളി നഗറിലാണ് ഇതുള്ളത്. ആദ്യം ഈ സ്റ്റോർ താഴെ മാത്രമേ മുകളിൽ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പം മുകളിലും ഉണ്ടോ? 2 സ്റ്റോർ. ആദ്യം ഈ സ്റ്റോർ മുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് താഴെയും കൂടെ ആയിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ, കുറേ കളക്ഷൻ ഉണ്ട്. ഞാനപ്പോൾ ഒന്ന് തപ്പട്ടെ. എനിക്ക് ലൂസ് ഫിറ്റിങ് ഇടാനാണ് പൊതുവെ ഇഷ്ടം. ഇതിപ്പോൾ പുതിയത് ഇവിടെ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ്. ലൈക്ക് ഇത് ഫുൾ സെറ്റായിട്ട് അല്ലേ, പാൻറ്റും ടോപ്പും ഒക്കെ ആയിട്ട്. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാത്തിൻ്റെയും ഓരോ സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. സോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു കോട്ടൻ്റെ ഫുൾ സെറ്റ് സംഭവമാണ്.
ഇങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഞാനിവിടെ എപ്പോൾ വന്നാലും ഈ പറഞ്ഞ മാതിരി ഭയങ്കര ലോസ്റ്റ് ആവും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറി വർക്കും ഈ ഒരു ഡിസൈൻസൊക്കെ. അപ്പോൾ ഞാനിവിടെ എപ്പോൾ വന്നാലും കുറേ ഡ്രസ്സ് എടുത്തിട്ട് പോകും. പിന്നെ കുറേ നാളത്തേക്ക് അത് തന്നെയായിരിക്കും. അതാണ് നിങ്ങളെപ്പോഴും എന്നെ കാണുമ്പോൾ ഇത് എവിടെ നിന്നാണ് എടുത്തത്, എല്ലാം ഈ സ്റ്റോറിൽ നിന്ന്. ആക്ച്വലി ഈ സ്റ്റോർ ഇന്നലെ ഇവർ ഈ താഴത്തേക്ക് ഇത്രയും വലുതാക്കിയിട്ട് ആദ്യം മുകളിൽ മാത്രം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലേ. ഇപ്പോൾ താഴേക്കും കൂടെ എടുത്തത് ഇന്നലെ ആയിരുന്നു. ഞാൻ കറക്റ്റ് ഇന്ന് ഇവിടെ വന്നു. ഫൈനലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൈറ്റ് കിട്ടി. സോ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 1 hour കംപ്ലീറ്റ് ലോസ്റ്റ് ആണ്. ഞാനിവിടെ താഴെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മുകളിൽ പോയപ്പോൾ ഇവിടെ വന്നാൽ എനിക്ക് 2 മണിക്കൂർ ഉറപ്പാണ് പോകുന്നു. ബിക്കോസ് ഐ ലവ് ദിസ് പ്ലേസ് ആൻഡ് ഐ ലവ് ദ കളക്ഷൻസ്. ഇതൊക്കെ നോക്ക് എന്ത് ഭംഗിയാണ്. ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. സോ ഞാൻ ഇന്നെടുത്ത കളക്ഷൻസ് ഐ വിൽ ഷോ യു. ഈ മണിച്ചിത്രക്കാരിലെ നാഗവല്ലി എന്ന പോലെ ഇത്, അത് കഴിഞ്ഞാൽ ഇത് മൂടാണ് വെൻ ഐ കം ഹിയർ. സോ ഐ ടുക്ക് ദിസ് വൺ. പിന്നെ ഇത്, പിന്നെ ഇത് സിൽക്കാണോ അല്ലേ? ഒരു സിൽക്കല്ല, സാറ്റിൻ സിൽക്കല്ല. ദെൻ ഇത് ഫുൾ വൈറ്റ് പാൻറ്റും വൈറ്റ് ഷോളും. ഓണറെ കാണിക്കേണ്ടതെന്ന് ഓണർ പറയുന്നുണ്ട്, ഓണർക്ക് മുമ്പ് കാണിക്കുന്നില്ല ഞാൻ. ആൻഡ് ദെൻ ഒരു സെറ്റ്, പ്രിന്റഡ് സെറ്റ്, അത് ഇവിടെ കിടക്കുന്നുണ്ടതാ. ഇത് ഐ ആം ലീവിങ്. ഇവിടുന്ന് പോകാനായിട്ട് തോന്നുന്നില്ല ബിക്കോസ് ഐ ലവ് ദിസ് പ്ലേസ്. തൽക്കാലത്തേക്ക് ഐ എം ഗോയിങ് നിധി. താങ്ക് യു സോ മച്ച്. അപ്പോൾ എവറിബഡി കം ഹിയർ, പ്രത്യേകിച്ച് കൊച്ചിയിലുള്ളവർ കം ഹിയർ. ഇത് നമ്മുടെ പനമ്പള്ളി നഗറിൽ 4th ക്രോസ് റോഡിലാണ്. ചിക്കൻ കറി അഫയേഴ്സ്, ലക്നൗ അഫയേഴ്സ് രണ്ടും, ചിക്കൻ കറി അഫയേഴ്സും ലക്നൗ അഫയേഴ്സും രണ്ടും ഒന്ന് തന്നെയാണ്. സോ യു ക്യാൻ കം. എൻ്റെ സാധനങ്ങൾ ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ കം ആൻഡ് ഗെറ്റ് ഫ്രം ഹിയർ. ഓക്കെ, ബൈ. ഓ മൈ ഗോഡ്, ഒരു പ്രത്യേക സന്തോഷമല്ലേ നമുക്ക് എല്ലാവർക്കും ഉടുപ്പൊക്കെ എടുത്തു കഴിയുമ്പോൾ. അങ്ങനെ ഒരു ഞാൻ ഈ പറഞ്ഞ മാതിരി എൻ്റെ ഡ്രസ്സസിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കാറുള്ളൂ. അപ്പോൾ പ്രോഗ്രാമിനൊക്കെ എപ്പോഴും മിക്കവാറും നമ്മൾ കൊളാബാണ് ചെയ്യാറ്. കൊളാബ് ചെയ്യുമ്പോൾ പ്രോഗ്രാമിൽ ഇട്ടിട്ട് തിരിച്ചു കൊടുക്കുന്ന മാതിരി. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, എപ്പോഴും ഞാൻ അങ്ങനെ ഷോപ്പ് ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്രസ്സസ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ്സെല്ലാം പിന്നിട്ട് നോക്കാനും അതിട്ട് ഫോട്ടോ എടുക്കാനും. എനിക്കത് നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇന്നത്തെ ദിവസം ഇനി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, പുതിയ ഉടുപ്പൊക്കെ കിട്ടിയതിന്റെ ഒരു സന്തോഷം. വേറെന്താ, ഞാൻ പാപ്പുന്റെ അടുത്തോട്ട് പോട്ടെ. ഒരാളുടെ അടുത്ത് ഞാൻ ചില്ല് ചെയ്യാൻ പോയിക്കാന്ന് പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വേഗം ചെല്ലട്ടെ. ഓക്കെ, ബൈ.